വെൽക്കം ടു സിമ്പിൾ ടോക്സ് ബൈ നന്ദ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് IEFTയിലെ മൊഡ്യൂൾ 3യുടെ ഓവർവ്യൂ ആണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മൊഡ്യൂൾ 3ൽ വരുന്ന ഒരു ടോപ്പിക്കാണ് മാർക്കറ്റ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുകയോ വിൽക്കുകയോ ചെയ്യുന്ന സ്ഥലത്തിനെ അല്ലെങ്കിൽ ലൊക്കാലിറ്റീനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇനി കോമ്പറ്റീഷൻ അനുസരിച്ചിട്ട് ഈ മാർക്കറ്റ് സ്ട്രക്ചറിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് എന്നും ഇംപെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് എന്നും. ഇതിൽ പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവിൽ വരുന്നതാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഇംപെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവിൽ മൂന്നെണ്ണമാണ് വരുന്നത്: മോണോപോളി, മോണോപൊളിസ്റ്റിക് കോമ്പറ്റീഷൻ, അതേപോലെ തന്നെ ഒളിഗോപോളി. ഇനി ഇതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. അതേപോലെ തന്നെ മൊഡ്യൂൾ 3ൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പാർട്ട് കൂടെ വരുന്നുണ്ട്, പ്രൈസിങ്. ഇത്രയും കവർ ചെയ്യുമ്പോൾ തന്നെ മൊഡ്യൂൾ 3 കംപ്ലീറ്റഡ് ആവും. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വണ്ണാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു ടൈപ്പ് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചറാണ്. അവിടെ എന്താണ് ചെയ്യുന്നത്? ഹോമോജീനിയസ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് അവിടെ ഉള്ളത്. അതേപോലെ തന്നെ ലാർജ് നമ്പർ ഓഫ് ബയേഴ്സും സെല്ലേഴ്സും അവിടെ വരുന്നുണ്ട്. അവരെന്ന് പറയുന്നത് പ്രൈസ് ടേക്കേഴ്സ് ആണ്. ഇപ്പോൾ മെനി സെല്ലേഴ്സ് ഉണ്ട്, അവർ പ്രൈസ് ടേക്കേഴ്സ് ആണ്. ഇതിൻ്റെ ഫീച്ചേഴ്സ് പഠിക്കണം, അതേപോലെ തന്നെ ഡെഫിനിഷനും പഠിക്കണം. പിന്നെ ഒരു ഡിമാൻഡ് കർവ് അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇക്വിലിബ്രിയം ഓഫ് എ ഫേം യൂസിങ് MC ആൻഡ് MR കർവ്സ് എന്നും പറഞ്ഞിട്ട് ഈ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ അണ്ടറിൽ ഒരു ഗ്രാഫ് വരുന്നുണ്ട്. അതായത് MC എന്ന് പറയുന്നത് മാർജിനൽ കോസ്റ്റും MR എന്ന് പറയുന്നത് മാർജിനൽ റവന്യൂ ആണ്. ഈ കേസിൽ ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോഴത്തേക്കും ഈ MCയും MRയും ഈക്വലായിട്ട് വരും. ഇതിലെന്താ ചെയ്യണമെന്ന് വെച്ചാൽ MC കർവ് കട്ട്സ് MR കർവ് ഫ്രം ബിലോ. MR കർവിനെ MC കർവ് ബിലോയിൽ നിന്ന് കട്ട് ചെയ്യും. ഈ ഒരു ഗ്രാഫും ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് വരുന്നതാണ് മോണോപോളി എന്ന് പറയുന്നത്. മോണോപോളി എന്ന് പറയുന്ന വേർഡ് 2 ഗ്രീക്ക് വേർഡ്സിൽ നിന്നാണ് ഡെറൈവ് ചെയ്തിരിക്കുന്നത്. അതായത് മോണോ എന്ന് പറഞ്ഞാൽ സിംഗിൾ എന്നും പോളോ എന്ന് പറഞ്ഞാൽ സെല്ലെന്നാണ്. അവിടെ ഒരു സിംഗിൾ സെല്ലർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അതിനെ മോണോപോളി എന്ന് വിളിക്കുന്നത്. ഇവരെന്ന് പറയുന്ന പ്രൈസ് മേക്കേഴ്സ് ആണ്. അതേപോലെ തന്നെ റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ല എൻട്രിയിൽ. ഇത്രയൊക്കെയാണ് ഇവരുടെ ഇതിൽ വരുന്നത്. ഇതിൽ ഡെഫിനിഷൻ നോക്കണം, അതേപോലെ തന്നെ ഫീച്ചേഴ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. പിന്നെ അവിടെ ഒരു ഡിമാൻഡ് കർവ് വരുന്നുണ്ട് മോണോപോളി, അത് നോക്കണം. പിന്നെ ഇക്വിലിബ്രിയം അണ്ടർ മോണോപോളി ഉണ്ട്. അവിടെ 2 ഡിഫറെൻറ്റ് കണ്ടീഷൻസ്, അതായത് നമ്മുടെ MC MRന് തന്നെ നേരത്തെ പറഞ്ഞ 2 കണ്ടീഷൻസ് ഇല്ലേ, ആ കണ്ടീഷൻസ് വെച്ചിട്ട് നമ്മൾ ഇക്വിലിബ്രിയം അണ്ടർ മോണോപോളിയുടെ ഗ്രാഫ് പഠിക്കണം. അതേപോലെ തന്നെ ഇവിടെ വരുന്നൊരു കോൺസെപ്റ്റാണ് ഡംപിങ് എന്നുള്ളത്. ഇവിടെ ഒരു സെല്ലർ എങ്ങനെയാണ് അയാളുടെ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹോം മാർക്കറ്റിൽ നല്ല ഹൈ പ്രൈസിൽ ആ പ്രൊഡക്റ്റ് വിറ്റിട്ട് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ അതേ പ്രൊഡക്റ്റ് ചീപ്പ് പ്രൈസിന് വിൽക്കും. അതാണ് ഡംപിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അത് എക്സാമിന് 3 മാർക്കിനൊക്കെ ചോദിക്കുന്നതാണ്, അതുകൂടെ നോക്കി വയ്ക്കുക. ഇനി റെഗുലേഷൻ ഓഫ് മോണോപോളി എന്നും പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു 3 പോയിൻറ്റ്സ് ഓർത്ത് വയ്ക്കുക. അതായത് അത് കോമ്പറ്റീഷനെ പ്രൊമോട്ട് ചെയ്യുന്നു, അതേപോലെ തന്നെ ക്വാളിറ്റി ഓഫ് സർവീസ് ഉണ്ട്, അതേപോലെ തന്നെ എക്സസ് പ്രൈസസിനെ പ്രിവെൻറ്റും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും ആകുമ്പോഴത്തേക്കും നമ്മുടെ മോണോപോളി കവറായി പോകും. അടുത്ത വരുന്നതാണ് മോണോപൊളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്നുള്ളത്. ഇവിടെ ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ ഉണ്ട്, ഫ്രീഡം ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ് ആണ് ഇവിടെ ഉള്ളത്. അങ്ങനെ കുറച്ച് മോണോപൊളിസ്റ്റിക്കിൻ്റെ ഡെഫിനിഷനും അതേപോലെ തന്നെ ഫീച്ചേഴ്സ് ഇങ്ങനെ കുറച്ച് ലിസ്റ്റ് ചെയ്യണം. അതിൻ്റെ ഒപ്പം തന്നെയാണ് പ്രൈസ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ അണ്ടർ മോണോപൊളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്നും പറഞ്ഞിട്ട് ഒരു കർവ് വരുന്നുണ്ട്, അത് വരയ്ക്കാൻ പഠിക്കണം. ഇത്രയാണ് നമ്മുടെ മോണോപൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഒളിഗോപോളി എന്ന് പറയുന്നത്. അതായത് 2 ഗ്രീക്ക് വേർഡ്സിൽ നിന്നാണ് ഈ ഒളിഗോപോളി എന്ന് പറയുന്ന വേർഡ് ഡെറൈവ് ചെയ്തിരിക്കുന്നത്. ഒളിഗോ എന്ന് പറഞ്ഞാൽ ഫ്യൂ എന്നാണ്, അതോ പോളോ എന്ന് പറഞ്ഞാൽ ടു സെൽ എന്നുള്ളതാണ്. അപ്പോൾ ഒളിഗോപോളി എന്ന് പറഞ്ഞാൽ സിംപ്ലി ഫ്യൂ സെല്ലേഴ്സ് മാത്രമാണ് അവിടെ വരുന്നത്. അവിടെ എൻട്രിയിൽ ബാരിയേഴ്സ് ഒന്നുമില്ല. അതേപോലെ തന്നെ ഹോമോജീനിയസ് ആയിട്ടുള്ളതും ഹെട്രോജീനിയസ് ആയിട്ടുള്ള കമ്മോഡിറ്റീസ് ഈ ഒളിഗോപോളിയിൽ വരുന്നുണ്ട്. മെയിൻലി ഇൻ്റർ ഡിപ്പെൻഡൻസ് ബിറ്റ്വീൻ ഫേംസ് എന്നുള്ളതാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അതേപോലെ തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങും അവിടെ നടക്കുന്നുണ്ട്. അതാണ് ഈ 2 പോയിൻറ്റ്സ് അവിടെ പറയുന്നത്. പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന വേറൊരു കാര്യമാണ് പ്രൈസ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ അണ്ടർ ഒളിഗോപോളി എന്ന് പറഞ്ഞിട്ട് ഒരു കർവ് ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് കിങ്ഡ് ഡിമാൻഡ് കർവ്. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, ഒരിക്കലും നിങ്ങളത് സ്കിപ്പ് ചെയ്യരുത്. അത് നല്ലോണം പഠിക്കേണ്ട ഒരു ഗ്രാഫാണ്. അതേപോലെ തന്നെ വേറൊരു കോൺസെപ്റ്റ് കൂടെ ഈ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അതുകൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. അതാണ് കൊളൂസീവ് ഒളിഗോപോളി എന്ന് പറയുന്നത്. അതായത് അവിടെ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ അതൊരു സിറ്റുവേഷനാണ്. 2 2-ൽ കൂടുതലോ ഫേംസും
ഒരുമിച്ച് ഡിസിഷൻ എടുക്കുന്നത്. അതായത് അവർ ഒരേ പ്രൈസ് ആയിരിക്കും ഫിക്സ് ചെയ്തിട്ടുണ്ടാവുക ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാനാണെങ്കിൽ. അതായത് അവർ ഒരുമിച്ച് ഡിസിഷൻ എടുക്കുന്നത് കൊണ്ട് തന്നെ അവിടെ കോമ്പറ്റീഷൻ ഉണ്ടാവില്ല. അവർ ഒരേ മാർക്കറ്റ് ഷെയർ ചെയ്യുവാണ്. അതായത് ബിസിനസ്സിൽ എന്തെങ്കിലും ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ആ ഫേംസ് ഒരുമിച്ചായിരിക്കും എടുക്കുന്നത്. അതാണ് സിംപ്ലി കൊളൂസീവ് ഒളിഗോപോളി എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് നോൺ പ്രൈസ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. അതായത് ഫേംസ് അവരുടെ സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കുറയ്ക്കുമല്ല അവരവിടെ ചെയ്യുന്നത്. അതിന് പകരം എന്തൊക്കെ ചെയ്യാൻ പറ്റും, കസ്റ്റമേഴ്സിനെ അവരിലോട്ട് അട്രാക്റ്റ് ചെയ്ത് അവരുടെ പ്രൊഡക്റ്റിൻ്റെ സെയിൽസ് ഇൻക്രീസ് ചെയ്യാമെന്നാണ് അവർ നോക്കുന്നത്. അതിൽ ഫോംസ് ഓഫ് നോൺ പ്രൈസ് കോമ്പറ്റീഷനിൽ കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ലോയൽറ്റി കാർഡ് കൊടുക്കാം, അതേപോലെ തന്നെ സബ്സിഡൈസ്ഡ് ഡെലിവറി കൊടുക്കാം, അഡ്വർടൈസിങ് ആൻഡ് ബ്രാൻഡിങ്, അതേപോലെ തന്നെ ആഫ്റ്റർ സെയിൽസ് സർവീസ് എങ്ങനെയാണെന്നുള്ളത് ഇതിലൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. പിന്നെ കൂപ്പൺസ് ആൻഡ് ഫ്രീ ഗിഫ്റ്റ്സ് ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, അവരുടെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കുറയ്ക്കാതെ തന്നെ അവർക്ക് കൂടുതൽ സെയിൽസിലോട്ട് എത്തിക്കാനുള്ള ഫോംസ് ആണ്. ഇതിൽ അഡ്വർടൈസിങ് ആൻഡ് ബ്രാൻഡിങ്ങിനൊക്കെ നമുക്ക് എന്തോരം എക്സാമ്പിൾസ് അറിയാം. അതേപോലെ തന്നെ കൊക്കക്കോള, അവരുടെ അഡ്വർടൈസിങ് ഒക്കെ വളരെ ഫേമസ് അല്ലേ. അതുപോലെ തന്നെ സാംസങ് ഒക്കെ എന്താണ്, ഡു വാട്ട് യു കാണ്ട് എന്ന് പറയുന്ന സ്ലോഗനായിട്ടാണ് വന്നിരിക്കുന്നത്. അവരുടെ പെർഫോമൻസും എഫിഷ്യൻസിയും അവരുടെ മൊബൈലിൻ്റെ ഫീച്ചേഴ്സൊക്കെ എൻഹാൻസ് ചെയ്ത് കാണിക്കുന്ന രീതിയിലുള്ള സ്ലോഗനൊക്കെയാണ് അവർ ബ്രാൻഡിങ് ആയിട്ട് കൊടുത്തേക്കുന്നത്. ഇതൊക്കെ നമുക്ക് എക്സാമ്പിളായിട്ട് എഴുതാവുന്നതാണ് ഈ നോൺ പ്രൈസ് കോമ്പറ്റീഷന് വേണ്ടിയിട്ട്. ഇനി ഈ മൊഡ്യൂളിലെ ലാസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് പ്രൈസിങ് സ്ട്രാറ്റജീസ് എന്നും പറഞ്ഞ് വരുന്നത്. അതിൽ ഒന്നാമത്തെ സ്ട്രാറ്റജിയാണ് പ്രൊഡക്റ്റ് പ്രൈസിങ് എന്ന് പറയുന്നത്. അതായത് പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ഫീച്ചേഴ്സ് വെച്ചിട്ടാണ് നമ്മളവിടെ പ്രൈസ് ഇടുന്നത്. ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഐഫോണൊക്കെ എന്താണ് ഹൈ പ്രൈസ്ഡ് അല്ലേ, കാരണം അതിന് പ്രീമിയം ഫീച്ചേഴ്സ് ഉണ്ട്. ഇനി രണ്ടാമത്തെ സ്ട്രാറ്റജിയാണ് മാർക്കപ്പ് പ്രൈസിങ്. കോസ്റ്റിൻ്റെ കൂടെ പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്തിട്ടുള്ളതാണ് മാർക്കപ്പ് പ്രൈസിങ് എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഷോപ്പിൽ ഇനി ഈ മൊഡ്യൂളിലെ ലാസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് പ്രൈസിങ് സ്ട്രാറ്റജീസ് എന്നും പറഞ്ഞ് വരുന്നത്. അതിൽ ഒന്നാമത്തെ സ്ട്രാറ്റജിയാണ് പ്രൊഡക്റ്റ് പ്രൈസിങ് എന്ന് പറയുന്നത്. അതായത് പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ഫീച്ചേഴ്സ് വെച്ചിട്ടാണ് നമ്മളവിടെ പ്രൈസ് ഇടുന്നത്. ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഐഫോണൊക്കെ എന്താണ് ഹൈ പ്രൈസ്ഡ് അല്ലേ, കാരണം അതിന് പ്രീമിയം ഫീച്ചേഴ്സ് ഉണ്ട്. ഇനി രണ്ടാമത്തെ സ്ട്രാറ്റജിയാണ് മാർക്കപ്പ് പ്രൈസിങ്. കോസ്റ്റിൻ്റെ കൂടെ പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്തിട്ടുള്ളതാണ് മാർക്കപ്പ് പ്രൈസിങ് എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഷോപ്പിൽ ഡ്രസ്സസ് വാങ്ങിക്കുന്നത് 500 റുപ്പീസിനാണെന്ന് വിചാരിക്കുക. അവർ നമുക്കത് സെല്ല് ചെയ്യുന്നത് 600-നാണ്. അപ്പോൾ 100 റുപ്പീസ് അവർക്ക് പ്രോഫിറ്റ് കിട്ടുന്നില്ലേ, അതാണ് മാർക്കപ്പ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ സ്ട്രാറ്റജിയാണ് ടാർഗറ്റ് റിട്ടേൺ പ്രൈസിങ് എന്നുള്ളത്. അതായത് ഒരു കമ്പനി 1 crore ഇൻവെസ്റ്റ് ചെയ്തെന്ന് വിചാരിക്കുക ഒരു പ്രൊഡക്റ്റിന് വേണ്ടി. അപ്പോൾ അവർക്ക് അതിൽ 20% ഈ 1 crore നിന്ന് തിരിച്ച് കിട്ടണം. അപ്പോഴത്തേക്കും അവരെന്തായിരിക്കും ചെയ്യുന്നത്, ആ പ്രൊഡക്റ്റിന് പ്രൈസ് ചെയ്യുമ്പോഴത്തേക്കും 20,000 പ്രോഫിറ്റ് ഏൺ ചെയ്യുന്ന രീതിയിലായിരിക്കും അവർ അതിനെ പ്രൈസ് ചെയ്യുന്നത്. അതാണ് സിംപ്ലി ടാർഗറ്റ് റിട്ടേൺ പ്രൈസിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് സെറ്റിംഗ് പ്രൈസ് ടു അച്ചീവ് എ ഡിസൈർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. അത്രേ ഉള്ളൂ. ഇനി ഫോർത്ത് ടൈപ്പ് ഓഫ് സ്ട്രാറ്റജിയാണ് പെനിട്രേഷൻ പ്രൈസിങ് എന്ന് പറയുന്നത്. അതായത് മാർക്കറ്റിലോട്ട് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ആദ്യം ലോ പ്രൈസ് വയ്ക്കും. അതിനൊരു പെർഫെക്റ്റ് എക്സാമ്പിളാണ് ജിയോ എന്ന് പറയുന്നത്. ജിയോ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ എന്തായിരുന്നു, ലോ ഡേറ്റ പ്രൈസസ് ആയിരുന്നു അവർ വെച്ചിരുന്നത്. അതായത് ഫസ്റ്റ് ആ ജിയോ പാക്കേജ് എടുക്കുന്ന ആൾക്ക് 1 വർഷം ഡേറ്റ റീചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല, അങ്ങനെയൊക്കെ വെച്ചിട്ടില്ലായിരുന്നോ. അതൊക്കെയാണ് ഇതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി അഞ്ചാമത്തെ ടൈപ്പാണ് പ്രെഡേറ്ററി പ്രൈസിങ് എന്ന് പറയുന്നത്. അതായത് ചെറിയ ചെറിയ ഷോപ്സിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ബിഗ് റീറ്റെയിൽ സ്റ്റോഴ്സ് എന്ത് ചെയ്യും, അവർ ലോ കോസ്റ്റിൽ അവരുടെ പ്രൊഡക്ട്സ് സെല്ല് ചെയ്യും. അപ്പോഴത്തേക്കും എന്ത് പറ്റും, ചെറിയ ചെറിയ ഷോപ്പെല്ലാം അടച്ചു പോകും. ഇനി ആറാമത്തെ ടൈപ്പാണ് ഗോയിങ് റേറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. സെയിം പ്രൈസ് ആസ് കോമ്പറ്റീറ്റേഴ്സ് എന്നുള്ളതാണ് ഗോയിങ് റേറ്റ് പ്രൈസിങ്ങിൽ പറയുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിലും അതേപോലെ തന്നെ ഭാരത് പെട്രോളിയത്തിലും പെട്രോളിൻ്റെ പ്രൈസസ് സിമിലർ അല്ലേ, അതാണ് ഗോയിങ് റേറ്റ് പ്രൈസിങ് എന്ന് പറയുന്നത്. സെയിം പ്രൈസസ് ആസ് കോമ്പറ്റീറ്റേഴ്സ്. ഇനി ലാസ്റ്റ് പ്രൈസിങ് ആണ് പ്രൈസ് സ്കിമ്മിങ് എന്ന് പറയുന്നത്. അതായത് പ്രൊഡക്റ്റിന് ഇനിഷ്യലി അത് ലോഞ്ച് ചെയ്യുമ്പോഴത്തേക്കും ഹൈ പ്രൈസ് ആയിരിക്കും, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, പതിയെ അതിൻ്റെ പ്രൈസ് കുറഞ്ഞു വരും. അതാണ് പ്രൈസ് സ്കിമ്മിങ് എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ സാംസങ് അവരുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മൊബൈൽ ലോഞ്ച് ചെയ്യുമ്പോഴത്തേക്കും അതിന് നല്ല പ്രൈസ് ഉണ്ടാവും, പിന്നെ കുറച്ച് കാലം കഴിയും തോറും അതിൻ്റെ പ്രൈസ് കുറഞ്ഞു വരുന്നത് കാണാൻ പറ്റും. ഇതാണ് അവിടുത്തെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്.
ഇനി മൊഡ്യൂൾ 3 ഒട്ടും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്ന് പറയുന്നത് മാർക്കറ്റ് സ്ട്രക്ചേഴ്സും കിങ്ഡ് ഡിമാൻഡും ആണ്. ഈ 2 ടോപ്പിക്സ് മിസ് ചെയ്യാനേ പാടില്ല. നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. ഈ മൊഡ്യൂൾ 3യുടെ കംപ്ലീറ്റ് ഹാൻഡ് റിട്ടൺ നോട്ട്സും അതേപോലെ തന്നെ KTU നോട്ട്സും ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നോട്ട്സ് ടെലിഗ്രാം ചാനലിൽ പോയി ചെക്ക് ചെയ്യുക.